ദിലീപുമായി വിവാഹബന്ധം വേർപെടുത്താൻ ഇടയായ സാഹചര്യം അതിൽ പ്രധാന കണ്ണിയായി വർത്തിച്ചത് ഈ നടിയാണ്, ഈ അതിജീവിതയായ നടിയാണ് എന്ന വാദമാണ് പിന്നീട് ഉടനീളം പ്രോസിക്യൂഷൻ അത്തരത്തിൽ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ദിലീപിന് മനസ്സിലായി എന്നുള്ളതും അത് പിന്നീട് ദിലീപിന് ഈ നടിയോടുള്ള വലിയ വൈരാഗ്യത്തെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുകയായിരുന്നു എന്നുള്ളതുമാണ് പ്രോസിക്യൂഷൻ പ്രധാനമായും വാദമായി മുന്നോട്ട് വെച്ചത്. ഇതിന് ഉപോത്ബലകമായി അവർ ചൂണ്ടിക്കാട്ടിയ കാര്യം മഞ്ജുവിൻ്റെ മൊഴി തന്നെയായിരുന്നു. നമുക്കറിയാം 1998 10-ാം മാസം ആണ് മഞ്ജു വാര്യരും ദിലീപും തമ്മിലുള്ള വിവാഹം നടക്കുന്നത്. പിന്നീട് 17 വർഷത്തെ ദാമ്പത്യ ജീവിതത്തിന് ശേഷം 2015 1-ാം മാസത്തിൽ ജനുവരി മാസത്തിൽ ഇവരുടെ വിവാഹമോചനം നടക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഡിഗ്രി അത് വളരെ പ്രധാനമായി എക്സിബിറ്റ് നമ്പർ P22 കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് പ്രോസിക്യൂഷൻ. അതിൽ ഒരു കോൺട്രഡിക്ഷൻ കണ്ടെത്തിയത് ഈ വിവാഹമോചനവുമായി ബന്ധപ്പെട്ട് മഞ്ജു വാര്യർ നേരിട്ട് ഇടപെട്ട് തന്നെയാണ് ഒരു മ്യൂച്വൽ പെറ്റീഷനിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് എന്നാണ്. വിവാഹമോചനത്തിൻ്റെ ആദ്യ ഹർജി നൽകിയത് ദിലീപായിരുന്നു. ദിലീപ് മാത്രം നൽകിയ ഒരു ഹർജിയായിരുന്നു. അത് പിന്നീട് മ്യൂച്വലായി ഈ ഹർജിയിലേക്ക് എത്തിച്ചത് മഞ്ജു വാര്യരുടെ ഇടപെടലാണ്. അതായത് അതിൽ ചില പോയിന്റ്സുകൾ, അതായത് ദിലീപിനെതിരെ ആരോപണം ഉന്നയിക്കാൻ കാവ്യയുമായി ബന്ധപ്പെട്ടുള്ള ആരോപണം ഉന്നയിക്കുന്ന ചില പോയിന്റുകൾ ചേർത്ത് അത് കോടതിയിൽ തെളിയിക്കാൻ മഞ്ജുവിന് കഴിയുമോ എന്ന സംശയമാണ് ഒരു മ്യൂച്വൽ ഡിവോഴ്സിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ മഞ്ജുവിനെ പ്രേരിപ്പിച്ചത് എന്ന വാദം അഡ്വക്കേറ്റ് രാമൻപിള്ള ദിലീപിൻ്റെ അഭിഭാഷകൻ മുന്നോട്ട് വെച്ചു കോടതിയിൽ. ആ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായ ഉത്തരം പറയാൻ ആദ്യഘട്ടത്തിൽ മഞ്ജുവിന് കഴിഞ്ഞില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അതായത് ആദ്യം മഞ്ജു വാര്യരുടെ അഭിഭാഷകനെയും ബന്ധുക്കളെയും വിട്ട് ദിലീപിനോട് തങ്ങളുടെ ഡിവോഴ്സ് പെറ്റീഷൻ മ്യൂച്വൽ ആകാം എന്ന് ആവശ്യപ്പെടുന്നത് മഞ്ജു വാര്യരാണ് എന്ന കാര്യം പ്രധാനപ്പെട്ട ഒന്നാണ്. അതിന് മഞ്ജു കോടതിയിൽ മറുപടി പറഞ്ഞത് തനിക്ക് അത്തരം കാര്യങ്ങൾ ഓർക്കാനാകുന്നില്ല എന്നുള്ളതാണ്. ഇത് കോടതിക്ക് മുന്നിൽ വളരെ പ്രധാന ഒരു കാര്യമായി കോടതി ഈ വിധിന്യായത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒപ്പം ഇതിൻ്റെ ഒരു നാൾ വഴികളിലേക്ക് വളരെ പെട്ടെന്ന് ഒന്ന് പോകണം. പ്രേക്ഷകർക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള കൗതുകമുണ്ടാകും. എന്താണ് മഞ്ജു കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ മൊഴി എന്നുള്ളതാണ്. അതായത് 12/2/2012 ദിലീപും മഞ്ജു വാര്യരും തമ്മിലുള്ള ബന്ധം വഷളാകത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. അന്നാണ് ദിലീപിൻ്റെ ഒരു പഴയ ഫോണിൽ, ആ സമയത്ത് ദിലീപ് വീട്ടിലില്ല, ദിലീപ് ഷൂട്ടിങ്ങിനായി പുറത്തു പോയിരിക്കുകയാണ്, ദിലീപിൻ്റെ പഴയ ഫോണിൽ ചില മെസ്സേജുകൾ കാണുന്നത്. അത് കാവ്യ മാധവൻ അയച്ച മെസ്സേജുകളായിരുന്നു. അതിൽ ഇവർ തമ്മിലുള്ള ബന്ധത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്ന ചില മെസ്സേജുകളാണ് കണ്ടത്. തുടർന്ന് മഞ്ജു ഈ മെസ്സേജിൽ കണ്ട് ഞെട്ടിപ്പോവുകയും, കാരണം അന്ന് മഞ്ജുവും കാവ്യയുമായി വളരെ അടുപ്പമുള്ള ഒരു സമയമാണ്. ഒരിക്കലും ഇത്തരമൊരു ബന്ധം തൻ്റെ ഭർത്താവുമായി കാവ്യക്കുണ്ട് എന്നൊരു തരത്തിലും മഞ്ജുവിന് ഒരു വിശ്വാസം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ധാരണ ഉണ്ടായിരുന്നില്ല. ഈ മെസ്സേജ് കണ്ടതാണ് വളരെ കൃത്യമായും തനിക്ക് ദിലീപും കാവ്യയുമായുള്ള ബന്ധത്തിൻ്റെ സംശയം തോന്നാനുള്ള ആദ്യ പടി എന്ന് മഞ്ജു വളരെ കൃത്യമായി പറയുന്നുണ്ട്.